ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രാവിലെ അലാറം അടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ദിവസം തുടങ്ങും. കുട്ടികളെ നോക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, അതിൻ്റെ കൂടെ ജോലിക്കും പോകണം. ഓഫീസിലെത്തിയാൽ അവിടുത്തെ റെസ്പോൺസിബിലിറ്റീസ്, വീട്ടിൽ തിരിച്ചെത്തിയാൽ വീണ്ടും വീട്ടിലെ റെസ്പോൺസിബിലിറ്റീസ്. ഇതെല്ലാം ചെയ്യുന്നതിനിടയിൽ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരാളുണ്ട്. അത് നമ്മൾ തന്നെയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാ വർക്കിംഗ് മോംസിനും വേണ്ടിയാണ്. ഒരു വർക്കിംഗ് മോം ആകുന്നത് ജോലി ചെയ്യുന്നത് മാത്രമല്ല, ഒരു അമ്മയായി കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, ഒരു ഭാര്യയായി കുടുംബത്തെ നോക്കണം, ഒരു വീട്ടമ്മയായി വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യണം. അതോടൊപ്പം ഒരു എംപ്ലോയിയായി നമ്മുടെ ജോലിയും നല്ല രീതിയിൽ ചെയ്യണം. ചില ദിവസങ്ങളിൽ എല്ലാം പെർഫെക്റ്റായി പോകും. പക്ഷേ ചില ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് ശരിയായി ഉണ്ടാക്കാൻ പറ്റില്ല, ഓഫീസ് വർക്ക് സമയത്ത് തീരില്ല, കുട്ടികൾക്ക് നമ്മളെ കൂടുതൽ വേണമെന്നുണ്ടാകും. അപ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കും, ഞാൻ ഇതെല്ലാം ശരിയായി ചെയ്യുന്നുണ്ടോ? സത്യത്തിൽ നമ്മൾ പെർഫെക്റ്റായി ഇരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്ന ശ്രമം തന്നെയാണ് വളരെ വലുത്. വർക്കിംഗ് മോംസിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും വരുന്ന ഒന്നാണ് ഗിൽട്ട്. കുട്ടിക്ക് വേണ്ടത്ര സമയം കൊടുക്കുന്നില്ല, വീട്ടിലെ കാര്യങ്ങൾ ശരിയായി നോക്കുന്നില്ല, ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. ഇങ്ങനെ നമ്മൾ തന്നെ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഒരു കാര്യം ഓർക്കണം, നമ്മൾ കുട്ടികൾക്ക് നൽകുന്നത് സമയം മാത്രമല്ല, നമ്മൾ കാണിക്കുന്ന എക്സാമ്പിൾ കൂടിയാണ്. ഒരമ്മയ്ക്ക് തൻ്റെ ഡ്രീംസ് പിന്തുടരാനും കുടുംബത്തെ സ്നേഹിക്കാനും സ്വന്തം കരിയർ ഉണ്ടാക്കാനും ഒരേ സമയം കഴിയുമെന്ന് അവർ പഠിക്കും. വർക്കിംഗ് മോംസ് പലപ്പോഴും എല്ലാവർക്കും വേണ്ടി സമയം കണ്ടെത്തും. പക്ഷേ സ്വന്തം കാര്യത്തിന് സമയം കണ്ടെത്താൻ മറക്കും. അതിനാൽ ദിവസത്തിൽ കുറഞ്ഞത് 15 to 20 മിനിറ്റെങ്കിലും നമ്മൾക്കായി മാറ്റിവെക്കണം. ഒരു കപ്പ് ടീ ശാന്തമായി കുടിക്കാം, കുറച്ച് ജേർണലിംഗ് ചെയ്യാം, നടക്കാൻ പോകാം, നമ്മുടെ ഫേവറേറ്റ് സോങ് കേൾക്കാം, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ കുറച്ച് സമയം ഇരിക്കാം. ഇത് സെൽഫിഷ് അല്ല, സ്വന്തം മനസ്സിനെ കെയർ ചെയ്യുന്നതാണ്. ഒരു വർക്കിംഗ് മോമായി നമ്മൾ പഠിക്കേണ്ട മറ്റൊരു കാര്യം, എല്ലാം പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കേണ്ടതില്ല. ചില ദിവസങ്ങളിൽ വീട്ടിൽ മെസ്സായിരിക്കും, ചില ദിവസങ്ങളിൽ കുക്കിംഗ് ചെയ്യാൻ എനർജി ഉണ്ടാകില്ല, ചില ദിവസങ്ങളിൽ ഓഫീസ് വർക്ക് കൂടുതലായിരിക്കും. അത് ഓക്കെയാണ്. നമ്മൾ മനുഷ്യരാണ്, മെഷീനല്ല. വർക്കിംഗ് മോംസിൻ്റെ ജീവിതത്തിൽ ചെറിയ പ്ലാനിംഗ് ഒരുപാട് സഹായിക്കും. രാത്രിയിൽ അടുത്ത ദിവസത്തെ ക്ലോത്ത്സ് തയ്യാറാക്കി വയ്ക്കാം, ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് തീരുമാനിക്കാം, ഇമ്പോർട്ടൻറ്റ് ടാസ്ക് മാത്രം പ്രയോറിറ്റിയായി എഴുതി വയ്ക്കാം. എല്ലാ കാര്യങ്ങളും ഒരേ ദിവസം ചെയ്യാൻ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്താൽ നമ്മുടെ മൈൻഡിലുള്ള സ്ട്രെസ്സ് കുറയ്ക്കാൻ കഴിയും. എല്ലാ വർക്കിംഗ് മോംസിനോടും എനിക്ക് പറയാനുള്ളത് ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് മാനേജ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ആരും അത് നോട്ടീസ് ചെയ്യണമെന്നില്ല. നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വലുതാണ്. അതുകൊണ്ട് നിങ്ങളെ കുറച്ചുകൂടി അപ്രീഷിയേറ്റ് ചെയ്യൂ. നിങ്ങൾ ടയേർഡാണെങ്കിൽ റെസ്റ്റ് എടുക്കൂ. നിങ്ങൾക്ക് ഒരു ബ്രേക്ക് വേണമെങ്കിൽ ബ്രേക്ക് എടുക്കൂ. നിങ്ങളുടെ ഡ്രീംസ് ഉണ്ടെങ്കിൽ അത് പെർസ്യൂ ചെയ്യൂ. കാരണം നിങ്ങൾ ഒരു അമ്മയെ മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഡ്രീംസ് ഉണ്ട്, ഐഡൻറ്റിറ്റി ഉണ്ട്, ഒരു ലോകം തന്നെയുണ്ട്. ഈ വീഡിയോ ഒരു വർക്കിംഗ് മോമിനെങ്കിലും റിലേറ്റ് ചെയ്തെങ്കിൽ കമൻറ്റിൽ വർക്കിംഗ് മോം എന്നെഴുതൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. See you in my next video. Bye.